കാട്ടിക്കുന്ന് ലേക്ക് മൗണ്ട് പബ്ലിക് സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പരിപാടിയിൽ വൈക്കം എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ ദീപേഷ് AS കുട്ടികൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ലഹരിക്കെതിരെ കാട്ടിക്കുന്ന് ലേക്ക് മൗണ്ട് പബ്ലിക് സ്കൂൾ നടത്തിയ ബോധവൽക്കരണ പരിപാടികൾ അതിന്റെ കെട്ടിലും മട്ടിലും ശ്രദ്ധേയമായിരുന്നു. പുതുതായൊരു ലഹരിവിരുദ്ധ ലോകം തീർക്കാൻ കുട്ടികൾ അണിനിരുന്നപ്പോൾ അത് ശുഭപ്രതീക്ഷയുടെ കിരണങ്ങളായി മാറി. ഗൗരി P നയിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രതിജ്ഞയോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. Now, as you all know, drugs is you can say a substance that will change your mental and physical state. And it will affect the most important organ of your body, which is the brain. And you'll find that it is affecting the way you're feeling, the way you're behaving, the way you are understanding things. And therefore you'll find that you will become unpredictable, in the sense that you'll become very childish. Unpredictable. We cannot predict what you're going to do next. And also you will become dangerous. Now let me bring danger as an acronym. D, of course, it will stand for drugs. A will stand for alcohol. N will stand for narcotics. G will stand for grass or herbs. E will stand for the enemy that is within you. And R will stand, please remember that. So that is danger. Don't think danger is only on the streets when you see the red light. തുടർന്ന് കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അതിന്റെ ദോഷഫലങ്ങളെയും കുറിച്ച് വൈക്കം എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ ദീപേഷ് AS ബോധവൽക്കരണ ക്ലാസ് എടുത്തു. അച്ഛനും സന്തോഷം വരും. എല്ലാവർക്കും എല്ലാ വിഷയത്തിന് A1 കിട്ടുമോ? ചില വിഷയങ്ങൾ നമുക്ക് പാടായിരിക്കും അല്ലേ? അപ്പം അവിടെ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിന് എല്ലാത്തിനും എനിക്ക് A1 നേടാൻ പറ്റണം. എനിക്ക് പാടുള്ള വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? പരാജയപ്പെട്ടു പോകാൻ പാടില്ല. അവിടെ എനിക്ക് മേടിക്കാവുന്നതിന്റെ അങ്ങേയറ്റം മാറില്ല. ആൽബർട്ട് ഐൻസ്റ്റീനെ പറ്റി കേട്ടിട്ടുണ്ടോ? ലഹരിക്കെതിരെ വിദ്യാർത്ഥികളുടെ നൃത്തരൂപവും മൈമും അരങ്ങേറി. ഐശ്വര്യലക്ഷ്മി, ശബരി, ശിവാമൃത്, ഹയ, ദിയ, തീർത്ഥ, ഗോപിക തുടങ്ങിയ കുട്ടികളുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. കുട്ടികൾ വരച്ച ലഹരി ബോധവൽക്കരണ സന്ദേശം ഉൾക്കൊള്ളുന്ന വർണ്ണാഭമായ പെയിന്റിങ്ങുകൾ ശ്രദ്ധേയമായി. അതിൽ മികച്ചവയ്ക്കുള്ള സമ്മാന വിതരണവും നടന്നു. പരിപാടിയിൽ സ്കൂൾ വിദ്യാർത്ഥിനി അന്ന പോൾസൺ സ്റ്റീഫൻ നന്ദി പറഞ്ഞു. വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ഒന്നിച്ച ഈ പരിപാടി ലേക്ക് മൗണ്ടിന്റെ ലോകവീക്ഷണം തുറന്നു കാട്ടുന്ന ഒന്നായിരുന്നു. ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള.